യുക്രൈനുള്ള സൈനിക സഹായം താൽക്കാലികമായി നിർത്തിയ അമേരിക്ക. ട്രംപ് സെലൻസ്കി ചർച്ച അലസിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയുടെ നീക്കം. യുക്രൈന്റെ മേൽ സമ്മർദ്ദം ചെലുത്തി ധാതു കൈമാറ്റ കരാറിന് ഒപ്പുവെക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നാണ് സൂചന. വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടന്ന ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിനു ശേഷമാണ് അമേരിക്കയുടെ പുതിയ സമ്മർദ്ദ തന്ത്രം. ലണ്ടനിൽ ചേർന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി യുക്രൈൻ യുദ്ധവിരാമത്തിനും യൂറോപ്പിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രതിരോധത്തിനായി കൂടുതൽ പണം മാറ്റിവെക്കണമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. റഷ്യൻ അധിനിവേശത്തെ തടയാൻ യുക്രൈന് നൽകിയ കോടിക്കണക്കിന് ഡോളർ കൊണ്ട് പ്രശ്നപരിഹാരം കാണാനായോ എന്ന് അമേരിക്ക പരിശോധിച്ചു വരികയാണ്. അമേരിക്ക യുക്രൈന് നൽകി വരുന്ന എല്ലാ സൈനിക ഉപകരണങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകൾക്ക് തയ്യാറാകാനും സെലൻസ്കി തയ്യാറായാൽ മാത്രമേ സൈനിക സഹായം നൽകുന്നത് പുനരാരംഭിക്കുകയുള്ളൂ എന്നും അമേരിക്ക പറയുന്നു. നേരത്തെ നൽകിയ സൈനിക സഹായത്തിനു പകരമായി യുക്രൈന്റെ അപൂർവ ധാതു സമ്പത്തിന്റെ 50% ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉപയോഗിക്കാൻ അമേരിക്ക അനുവദിക്കുന്ന കരാറിൽ ഒപ്പിടാൻ സെലൻസ്കി തയ്യാറായിരുന്നില്ല. ധാതു കൈമാറ്റ കരാറിൽ ഒപ്പിടുന്നതിനു മുൻപായി സെലൻസ്കി പരസ്യമായി മാപ്പ് പറയണമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച CNN റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24.